പുരാതന കാലത്ത് ബുദ്ധമത കേന്ദ്രമായി അറിയപ്പെട്ടിരുന്നതാണ് ധർമ്മടം. തലശ്ശേരിയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശാന്തവും സുന്ദരമായ കടൽത്തീരം. അഞ്ചരക്കണ്ടിപ്പുഴ കടലിനോട് ചേരുന്ന ഭാഗത്താണ് ധർമ്മടം ബീച്ച്. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കാൻ വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. വിവാഹങ്ങളും വിരുന്നുകളും നടത്താൻ അനുയോജ്യമായ ഹാൾ, കഫറ്റീരിയ എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ വർഷവും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായ ധർമ്മടം ഫെസ്റ്റ് എന്ന പേരിൽ ദിവസങ്ങൾ നീളുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇവിടെയാണ്. പാർക്കിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങുന്ന ഭാഗം പൂഴിമണലും കടലിനോട് ചേർന്ന ഭാഗം ഉറച്ച തീരവുമാണ് ഇവിടെ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശമാണ് ധർമ്മടം ബീച്ച്. ഫാമിലിയുടെ കൂടെയും സുഹൃത്തുക്കളുടെ കൂടെയും ഒക്കെ വൈകുന്നേരങ്ങളിൽ ചിലവഴിക്കാൻ വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഇവിടെ. മനോഹരമായ സൺസെറ്റ് ഇവിടെ ദൃശ്യമാവുന്നതാണ്. ഈ ബീച്ചിൽ നിന്ന് നോക്കിയാൽ ഒരു കപ്പലിൻ്റെ അവശിഷ്ടം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വളരെ മുൻപ് പൊളിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കപ്പൽ ഇവിടെ വെച്ച് കുടുങ്ങിപ്പോയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആളുകളെ ആകർഷിക്കുന്ന ഒരു ഘടകം കൂടി ഇവിടെയുണ്ട്. കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ധർമ്മടം തുരുത്താണത്. പകൽ വേലിയിറക്ക സമയത്തിന് ബീച്ചിൽ നിന്നും 100 മീറ്റർ അകലെയുള്ള തുരുത്തിലേക്ക് പോകാൻ കടൽ മാറിത്തരും. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. മുട്ടോള വെള്ളത്തിൽ ഒരു സാഹസിക യാത്രയാണ് തുരുത്തിലേക്ക് പോകുന്നത്. തുരുത്തിനെക്കുറിച്ച് നന്നായി അറിയുന്ന സമീപവാസികളുടെ സഹായമുണ്ടെങ്കിൽ മാത്രം തുരുത്തിലേക്ക് പോകാവുന്നതാണ്. അല്ലെങ്കിൽ തുരുത്തിൽ കുടുങ്ങിപ്പോകാനും അപ്രതീക്ഷിതമായി ഉയരുന്ന തിരമാലയിൽ അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ട്. അങ്ങനെ പെട്ടുപോയവരും ഉണ്ട്. ബുദ്ധ സന്യാസിമാർ ഇവിടെ വളരുന്ന ഔഷധ സസ്യങ്ങൾ ശേഖരിക്കാൻ പതിവായി വന്നിരുന്ന ഒരു ദ്വീപ് ബീച്ചാണ് ധർമ്മടം. ധാർമ്മികതയുടെ സ്ഥലം എന്നർത്ഥം. ഇവിടെയുള്ള നിരവധി തെങ്ങുകളും മറ്റ് സസ്യജാലങ്ങളും ഇതിന് ഗ്രീൻ ഐലൻഡ് എന്ന പേര് കൂടി നൽകുന്നു. Somebody go.